ഡേയ്, നീയാണോ ഫ്രീക്കു? അത് അയ്യോ എന്താ ചേട്ടാ കാര്യം? കുളത്തിലെ എന്റെ പിള്ളേരെ തൊട്ടു കളിച്ചാൽ ദേ നോക്ക്, ഇവന്റെ അവസ്ഥയാകും നിനക്കും. പറഞ്ഞേക്കാം, മനസ്സിലായോ? ഇവനോട് ചൂടായാൽ പണി പാളുമല്ലോ. താൻ എന്താ ചിന്തിക്കുന്നത്? എന്ത് ചിന്തിക്കാൻ? ഒന്നുമില്ല ചേട്ടാ, ഞാൻ ചുമ്മാ ഇവിടെ കാറ്റ് കൊള്ളാൻ വന്നതായിരുന്നു. ആ, കാറ്റ് കൊള്ളാൻ വന്നതാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ നിന്റെ കാറ്റ് പോകും. പുലി പോലെ നിന്നവൻ എലി പോലെയായല്ലോ. അത് പിന്നെ ഈ മീനുകളൊന്നും എനിക്ക് പറ്റിയ എതിരാളികളല്ലെന്നേ. അതിപ്പോ മനസ്സിലായല്ലോ. അത് പിന്നെ ജിമ്മു, നീ പേടിക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാന്നേ. കുളത്തിലിറങ്ങി ആ യമണ്ടൻ മീനിനെ പൂശാനായിരിക്കും. ഗുഡ്. അതൊന്നുമല്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ആ മീനിന്റെ ഇടി കിട്ടിയാൽ ആകെ നാറും. നിന്നെ ഇപ്പൊ നല്ല മീൻനാറ്റമുണ്ട്. വാ പോകാം. ഈ പോങ്ങന് പകരം വല്ല ജിമ്മിനുമായിരുന്നേൽ എന്റെ മാനം രക്ഷിച്ചേനെ. സുഹൃത്താണ് പോലും സുഹൃത്ത്. നമുക്ക് അയൽവനത്തിലേക്ക് പോയാലോ? അവിടെ നമ്മളെ ആർക്കും അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഉഡായിപ്പുകൾ പരാജയപ്പെടില്ല. നിന്നെ അവിടെ ഒരു പൂച്ചക്കും അറിയില്ലായിരിക്കും. പക്ഷേ ഈ ചുടായിപ്പിനെ അറിയാത്ത ഒരു കാട്ടുമൃഗം പോലും ഈ ഭൂമി മലയാളത്തിലുണ്ടാകില്ല. അത്രയ്ക്കും കുപ്രസിദ്ധനാടാ ഞാൻ. ഓഹോ, അപ്പടിയാ? മാത്രമല്ല, ഇവിടുള്ളവരുടെ ഇടികിട്ടി ശരീരത്തിന് ശീലമായി. അയൽവനത്തിൽ പോയാൽ അവന്മാരുടെ ഇടി ശരീരം താങ്ങില്ല. എങ്കിൽ ആദ്യം ആശാൻ ഒറ്റയ്ക്ക് പോയാ മതി. ഞാൻ സ്ഥിതിഗതികൾ നോക്കി പതിയെ വന്നോളാം. അതെ അതെ. അയ്യോ, എനിക്ക് വയ്യേ. എന്തു പറ്റി ജിമ്മു? അത് പിന്നെ മീൻകൊതി മൂത്ത് കുളക്കരയിൽ ചൂണ്ടയിടാൻ പോയതാ. ആ കുളത്തിലൊരു കില്ലാടി മീനുണ്ട്. അവൻ ജിമ്മുവിനായിട്ട് പെരുമാറിയതാ. ലജ്ജാവഹം. കുഴപ്പമില്ല ജിമ്മു, ആദ്യമൊക്കെ ഇടി കിട്ടുമ്പോൾ ഇതുപോലെ അവശനാകും. ഇടികിട്ട് ശീലമാകുമ്പോൾ പ്രയാസമൊക്കെ മാറും. എന്നെ ആശാനെ പോലെ. ആശാനിപ്പോൾ ഇടികിട്ടാതെ ഉറക്കം വരാത്ത അവസ്ഥയാ. ശിഷ്യാ, ജിമ്മു, നിനക്ക് മീൻ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഞാൻ സഫലീകരിച്ചു തരും. വെറുതെ കൊതിപ്പിക്കല്ലേ. ആന കൊടുത്താലും ആശ കൊടുക്കുന്നവനല്ല ഈ ചുടായിപ്പൻ.